പൗർണമി, നമ്മൾ കുറേ ചർച്ചകൾ ചെയ്യുന്നുണ്ടല്ലോ. അതിനകത്ത് നമ്മൾ ഘോരം ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ പലവട്ടം പ്രേക്ഷകരോട് നമ്മൾ പരസ്പരം ചോദിച്ചിട്ടുണ്ട്. പൗർണമി, നമ്മൾ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ കരുതിയിരുന്ന ആൾക്കാർക്ക് എന്താണ് ഇങ്ങനെ കൊലപാതക ജനറേഷനായി മാറുന്നത്, അല്ലെങ്കിൽ റേപ്പ് ജനറേഷനായി മാറുന്നത്? നമുക്കും മക്കളുണ്ട്, പെൺമക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവരെങ്ങനെ നമ്മുടെ നാട്ടിൽ വളർത്തുമെന്ന് നമ്മൾ ചിന്തിച്ച് ഉത്കണ്ഠപ്പെടുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു ലേഡിയുടെ, ഒരു മെന്ററിന്റെ ഒരു ഇന്റർവ്യൂ ശരിക്കും നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. കാരണം ഒരു കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിന് കൂടുതലായിട്ട് വേണ്ടത്. കുറേയധികം കാര്യങ്ങൾ അവരതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അഫാൻ എന്നൊരു കാറ്റഗറി ഓഫ് പേഴ്സൺ, അഫാൻ ഒരാളല്ല, അതൊരു കാറ്റഗറിയാണ്. അങ്ങനെ ഒരു കുട്ടികൾ ഇനി ഉണ്ടായേക്കാം എന്നാണ് അവർ പറയുന്നത്, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ സമൂഹമാണ് അഫാനെ ഉണ്ടാക്കിയെന്നാണ് അവർ ശരിക്കും ആരോപിക്കുന്നതല്ല, അവർ പറയുന്നത് ഒരു 90% വേണമെങ്കിൽ സത്യമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിന് നമ്മൾ ഇനി പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ട്, വളർന്നു വരുന്ന സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് അവരതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. പൗർണമിക്ക് എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? മാഡം സലീന മാം പറഞ്ഞത് ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. കാരണം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമുക്കറിയാലോ, നമ്മളെല്ലാവരും സ്കൂളുകളിൽ പഠിച്ചതാണ്. നമുക്കൊരു 8ാം ക്ലാസ് തലത്തിലാണെന്ന് തോന്നുന്നു ഈ ഒരു ബയോളജി സബ്ജക്റ്റ് കടന്നു വരുന്നത് അല്ലേ. ഈ ബയോളജി സബ്ജക്റ്റിൽ എല്ലാ ഫീമെയിൽ ഓർഗൻസും അല്ലെങ്കിൽ മെയിൽ ഓർഗൻസും ഇതെല്ലാം പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ എത്ര ടീച്ചേഴ്സ് വ്യക്തവും സ്പഷ്ടവുമായിട്ട് ആ ചാപ്റ്റേഴ്സ് കവർ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും തന്നെ അതിനൊരു മറുപടി ഇല്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓടിച്ചു പോകുന്നു എന്നുള്ളതിനപ്പുറം എന്തോ വലിയ നാണക്കേട് പോലെയാണ്. ഈവൻ അന്നത്തെ കുട്ടികളിലും അതേ നാണക്കേട് ഫീൽ ചെയ്തിരുന്നു. പിന്നെ കാലം മാറി, വർഷങ്ങൾ ഇത്രയും കടന്നുപോയി, നമ്മുടെ നാട് ഒരുപാട് ഡെവലപ്ഡായി, അതുപോലെ ആളുകളും പല രീതിയിലും ഡെവലപ്ഡായി. നല്ലതോ മോശമോ ആയിക്കോട്ടെ, രണ്ട് രീതിയിലും നല്ല രീതിയിൽ വളർന്നു. അങ്ങനെയുള്ള വളർച്ചകൾ കയറി വന്നപ്പോഴേക്കും ഇതൊന്നും ഒരു നാണക്കേടല്ലാതായി, എന്തും എവിടെയും പറയാമെന്നായി. പക്ഷെ അങ്ങനെ വന്നപ്പോഴേക്കും സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയും സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ കാലഘട്ടത്തിൽ പിന്നീട് പലരും ഈ ഫേസ്ബുക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസെല്ലാം ഭയങ്കര പോപ്പുലറായിട്ട് വന്നതിന് ശേഷം പലരും അതിലൂടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. അന്നത് പഠിപ്പിക്കണമായിരുന്നു, എന്തിനാണത് പഠിപ്പിക്കാതിരിക്കുന്നത്? അത് ഒരു സ്കൂളിലെയോ ഒരു ടീച്ചറിൻ്റെയോ കുഴപ്പമല്ല, അത് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നു കാണുമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും കുട്ടികളോട് ചോദിച്ചാൽ അറിയാം എത്രത്തോളം അതിനകത്ത് ചേഞ്ച് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ ഒളിപ്പിക്കുന്നത്, എന്തിനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത്? നമ്മൾ നോ പറയുന്നതിനോടായിരിക്കും എപ്പോഴും എല്ലാവർക്കും താല്പര്യമുള്ളത്. അങ്ങനെ നമ്മൾ താല്പര്യം കൊടുക്കാത്ത സാധനങ്ങളോടും അല്ലെങ്കിൽ കാര്യങ്ങളോടും താല്പര്യമുള്ളവർ ആ രീതിയിൽ തീർച്ചയായിട്ടും പോകും. ഇപ്പോൾ ഈ മാം പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നതിൻ്റെ റീസണും അത് തന്നെയാണ്. നമ്മൾ കുട്ടികൾ ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിലും മൊബൈൽ ഫോൺ കാണരുത്, മൊബൈൽ ഫോണിൽ എന്ത് കാണരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്, എല്ലാവർക്കും, ഈവൻ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മോശപ്പെട്ട കാര്യങ്ങളും ഈ മൊബൈൽ ഫോണുകൾ വഴി നടന്നുണ്ട്. പക്ഷെ അതിനെ ഫിൽറ്റർ ചെയ്ത് എന്താണ് നല്ലത് എന്താണ് മോശമെന്ന് ഒരു തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്യുക. ഇന്നത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടത് അനിവാര്യമാണ്, ആവശ്യമാണ്. ഒരു കാലത്ത് പല കാര്യങ്ങളും, ഒരു കല്യാണം കഴിഞ്ഞ് സ്ത്രീയും പുരുഷനും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇടപഴകുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്, ഇതൊന്നും പലർക്കും പറഞ്ഞു കൊടുത്തിട്ടല്ല സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ, അന്ന് കുട്ടികളായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചർച്ചാ വിഷയങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ ഉണ്ടാവേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ പോക്കും രീതികളും അനുസരിച്ച് ഒരു ചെറിയ കുഞ്ഞു, അത്യാവശ്യം പ്രായമായ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ്, കുട്ടികൾക്ക് തിരിച്ചറിവാവുന്ന ഒരു പ്രായം മുതൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണേലും ഒരാളുടെ ശരീരഭാഗങ്ങളെക്കുറിച്ചാണേലും കുട്ടികളോട്, അത് ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമില്ലാതെ രണ്ട് കൂട്ടരോടും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെറുപ്പം തൊട്ടേ പരസ്പരം ബഹുമാനിക്കാനുള്ളൊരു ട്രെയിനിങ് സ്വന്തം വീടുകളിൽ നിന്ന് വേണം തുടങ്ങാൻ, അല്ലേ ഷാനിക? തീർച്ചയായിട്ടും. കാരണം അവർ അതിനകത്ത് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മാറിയിരിക്കുന്നു, പക്ഷെ നമ്മുടെ പാരൻസ് മാറിയിട്ടില്ല, നമ്മുടെ സമൂഹം മാറിയിട്ടേയില്ല. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പം അവരത് ചോദിക്കുന്നൊരു എക്സാമ്പിൾ ഉണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മരണ വീട്ടിൽ കൊണ്ടുപോകാത്തത്? കാരണം അവരെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് ദാരിദ്ര്യമാണ്, നഷ്ടങ്ങളെക്കുറിച്ചാണ് ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതെന്ന് അവർ പറയുന്നത്. കാരണം ഞാൻ ഇല്ലാതായാൽ, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഇല്ലാതായാൽ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്, ആ ഒരു മൈൻഡ് സെറ്റ് കുഞ്ഞുങ്ങളിൽ ചെറുതിലേ തന്നെ ഉണ്ടാക്കണമെന്നാണ് ആ ഒരു മാഡം പറയുന്നത്. കാരണം അവർ പറയുന്നത് അവരെ പോലുള്ള കുറേയധികം ആൾക്കാരുടെ ക്ലാസ്സുകൾ നമ്മൾ സ്കൂളുകളിൽ റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചോദിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ്, എന്താണ് ശാരീരിക ബന്ധമെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നമുക്കുണ്ടോ, സ്കൂളുകളിലുണ്ടോ? എന്തിനാണ് വിവാഹം
കഴിക്കുന്നതെന്ന് ഒരു ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കാറുണ്ടോ? എന്താണ് നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കരുത്. ഇപ്പോൾ കുറേ പരസ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ്, എന്താണ് പ്രൈവറ്റ് പാർട്സ്? ആരാണ് പ്രൈവറ്റ് പാർട്സ് ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈവറ്റ് പാർട്ടാണോ മറ്റൊരാളുടെ പ്രൈവറ്റ് പാർട്ട്? നമ്മൾ കോമൺ ആയിട്ട് പ്രൈവറ്റ് പാർട്ടുകൾ എന്ന് പറയുന്നത് ആണോ ശരിക്കുള്ള പ്രൈവറ്റ് പാർട്ട്? അത് തീരുമാനിക്കുന്ന ആ പേഴ്സൺ അല്ലേ? അതോടൊപ്പം പെൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് പാർട്ട്. ആ ലേഡി ഒരു മെന്ററാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ടീച്ചറാണ്. അപ്പോൾ അവർ പറയുന്നതുകൊണ്ട് അവരിൽ വരുന്ന 50% കുട്ടികൾ ആൺകുട്ടികളാണ്. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൽ 50% ആൾക്കാർ ഒരുപക്ഷെ നമ്മളെക്കാൾ, ഈ മാധ്യമപ്രവർത്തകരെക്കാൾ കൂടുതൽ കേസ് സ്റ്റഡീസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ തകർന്നു പോകും. കുറേയധികം കാര്യങ്ങൾ കേട്ടിട്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഒരു പാർട്ട് മാത്രമേ ഒരു ചാനൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ മറ്റ് പാർട്ടുകളിലേക്ക് വരുമ്പോൾ ഇനി എന്താണ് നമുക്ക്? പക്ഷേ ഇതുപോലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ശരിക്കും ചാനലുകൾ ചർച്ചയാക്കേണ്ടത്? ഇതൊക്കെയല്ലേ ശരിക്കും? അത് വളരെ 5 ദിവസമായിട്ട് അതായത് 75K ആൾക്കാർ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. മറിച്ച് ഇപ്പോൾ ഈ പറയുന്ന നസ്രിയയുടെ ഡിവോഴ്സോ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ അവിഹിതമോ അല്ലെങ്കിൽ മയക്കുമരുന്നിന് പിടിച്ചെന്നോ ഒക്കെ ഉള്ള വാർത്തകൾ ലാക്സ് ഓഫ് വ്യൂസ്, 10 മില്യണും 11 മില്യണും 20 മില്യണും അടിച്ച് മുന്നേറുമ്പോൾ ഇങ്ങനെയുള്ള സാമൂഹ്യപരമായിട്ടുള്ള പ്രയോജനം കിട്ടുന്ന നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ള വാർത്തകളൊക്കെ വെറും 50K 60K ഒതുങ്ങി പോവുകയാണ്. 3 കോടി ജനങ്ങളുള്ള അല്ലെങ്കിൽ അതിലും അപ്പുറം മലയാളികളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും ആരും പ്രൊമോട്ട് ചെയ്തില്ല. കമന്റ്സ് പോലും ഏതാണ്ട് 200, 80, 100 കമന്റ്സ് അതിന് വന്നിട്ടുള്ളൂ അതിൽ താഴെ. അപ്പോൾ ഇതൊക്കെയല്ലേ ശരിക്കും ചാനലുകളിൽ, അതൊരു ഓൺലൈൻ ചാനലിൽ ചർച്ചാ വിഷയമാക്കണം. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും വേണ്ട, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഒരു 2 എപ്പിസോഡായിട്ടെങ്കിലും മെയിൻ സ്ട്രീം ചാനലുകളും ഓൺലൈൻ ചാനലുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താൽ തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കും. ഇപ്പോൾ ഈ യൂട്യൂബിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ അവബോധം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഓൺലൈൻ മാധ്യമങ്ങളാണ്. അവരിലൂടെ കണ്ടാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാധ്യമങ്ങൾ കൂടെ ചെയ്യാം. അതും അവർ പറയുന്നുണ്ട്, നിങ്ങളാണ് കുറെ കൂടെ നിങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലും അവർ പറയുന്ന ഒരു 19 സ്കൂളുകളിൽ മെന്ററിങ്ങിന് പോകുന്ന ഒരു ടീച്ചറാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ അവരുടെ കരിയറിനെ ബാധിച്ചേക്കാം. പക്ഷെ എന്നാലും ഷീ ഡോണ്ട് കെയർ എന്നാണ് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തേണ്ട രീതിയിലല്ല വളർത്തുന്നത്. കാരണം കുഞ്ഞുങ്ങളോട് നമ്മൾ എന്തുകൊണ്ടാണ് അവരുടെ മരണ വീട്ടിൽ പോരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരണം ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കാണിക്കും, നഷ്ടങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാത്തത്? കാരണം ഇത് റിയാലിറ്റിയാണ്. അത് പറയാതെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല നമ്മൾ. ഈ അഫാന്റെ കാര്യത്തിൽ, സീരിയൽ കില്ലർ നമ്മൾ മുദ്രകുത്തുന്ന അഫാന്റെ കാര്യത്തിൽ പോലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവൻ ആദ്യം കൊല്ലാൻ നോക്കിയത് അവൻ്റെ അമ്മയാണ്. അവൻ്റെ അമ്മയെന്ന് പറയുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ സ്റ്റഡി ചെയ്ത് പറയുന്നത്, അവൻ്റെ ഉമ്മയ്ക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതായത് അയൽവാസികളുമായിട്ടോ മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. കൂടുതലും അവൻ ആദ്യം കൊല്ലാൻ നോക്കിയത് അവൻ്റെ ഉമ്മയാണെന്നുള്ളത് കാര്യം അവന് ഏറ്റവും കൂടുതൽ മാനസിക ആഘാതങ്ങൾ നൽകിയ ആൾ അവരായിരിക്കണം. അതുകൊണ്ടാണ് അവരെ ആദ്യം ഷാള് കഴുത്തി മുറുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും പിന്നീട് രണ്ടാമത് ചുറ്റിക ഹാമറിങ് ചെയ്യുമായിരുന്നു. എന്നിട്ടും അവനത് ചെയ്യാനുള്ള റീസൺ, ഫസ്റ്റ് ആള് നമ്മളെല്ലാവരും പറയാം സ്നേഹം. അവർ പറയുന്ന MS നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ലവ് എന്ന് പറഞ്ഞാൽ അമ്മയാണ്, അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അങ്ങനെയാണോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? ശരിക്കും അങ്ങനെയാണോ പൗർണമി പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്? സോ അതുകൊണ്ട് തന്നെയാണ് അഫാനെ പോലുള്ളൊരു, അവനൊരു പ്രൊഫഷണൽ കില്ലർ അല്ല, കില്ലിങ്ങിൽ അവൻ ട്രെയിൻഡ് അല്ല. അവൻ്റെ ഒരു സിറ്റുവേഷൻസ് വൈസും അവൻ്റെ ആ ഒരു ആൾക്കാർ എലമെന്റ്സും വെച്ചിട്ടാണ് അവൻ ഇത്രയും ആൾക്കാരെ കൊന്നത്. രണ്ടാമത് ഈ ചെറിയച്ചനെ കൊന്ന് ചെറിയമ്മയെ കൊന്നതിൻ്റെ കാര്യം ഏത് നേരവും അവനെ ഇറിറ്റേറ്റ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നീ ഒന്നും ആകാൻ പോകുന്നില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ അവൻ്റെ വാപ്പ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 6 വർഷമായിട്ട് സൗദിയിൽ സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടുകിടന്ന ഒരാൾ, അതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റാതിരുന്ന ഒരാളായിരുന്നാണ് അവരുടെ കണ്ടെത്തൽ, ഈ മാഡത്തിൻ്റെ കണ്ടെത്തൽ. സോ അപ്പോഴും അവർ ചോദിക്കുന്നത് ഇപ്പം കൊലപാതകങ്ങളെല്ലാം സ്വന്തം ഫാമിലി ഫുൾ തകർന്നടിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ സാധിച്ചത്? നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ അദ്ദേഹത്തിന് നാട്ടിലെത്തിച്ചു. ഇതെന്തുകൊണ്ടാണ് നേരത്തെ ചെയ്യാതിരുന്നത്? അവൻ കൊല്ലേണ്ടി വന്നു, ഇത്രയും ആൾക്കാരെ കൊല്ലേണ്ടി വന്നു, സീരിയൽ കില്ലർ എന്നൊരു ടാഗ് ലൈൻ അവന് കിട്ടേണ്ടി വന്നു. ആ ഫാമിലിയെക്കുറിച്ചും അല്ലെങ്കിൽ അവനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാനായിട്ട് ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ ചിന്തിക്കേണ്ടത്? പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ശാരിക, അങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും അങ്ങനെ ചിന്തിക്കുള്ളൂ. അതെ, അത് നമ്മുടെ ഒരു നാടിന്റെ രീതിയാണ്. അതല്ലാതെ ഒരു ചിന്ത ഇവിടെ വരില്ല. ഇപ്പൊ ഈ അഫാന്റെ കാര്യം പറഞ്ഞതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട്, അഫാൻ സീരിയൽ കില്ലർ ആണെന്നോ അല്ലെങ്കിൽ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത കാര്യങ്ങളോ പറയുന്നുണ്ട്. പക്ഷേ ഒരു മാധ്യമങ്ങളും അഫാന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ? അയൽവാസികൾക്ക് പോലും എന്താണ് അഫാൻ പഠിച്ചിരുന്നത് എന്ന് അറിയില്ല. ശരിയല്ലേ? അറിയില്ല. അത് സമൂഹവുമായിട്ടൊരു യാതൊരുവിധ ബന്ധവും. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലല്ലേ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും ആളുകളോട് എങ്ങനെ ഇടപഴകണമെന്നും എങ്ങനെയാണെന്നും ഒക്കെ അറിയുള്ളൂ. അതോടൊപ്പം തന്നെ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ പ്രണയം, അതായത് ഒരാളെ നമ്മൾ പ്രണയിക്കുന്നത് പഠിപ്പിച്ചിട്ടാണോ? ശരിക്കുമല്ല. നമുക്കൊരാളോട് ഇഷ്ടം തോന്നുന്നു, നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷേ ആ ഒരു ഇഷ്ടത്തിൽ എന്തൊക്കെ
നടക്കണം, അല്ലെങ്കിൽ എങ്ങനെ വേണം ഒരു സ്നേഹത്തെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷേ അവരുടെ മുന്നിൽ എന്താണോ കാണുന്നത് അത് അങ്ങനെയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം എന്താ, ഇതിനെപ്പറ്റി ആരും ചർച്ച ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്നില്ല. നമ്മുടെയൊക്കെ ചെറുപ്പങ്ങളിൽ ഇപ്പോൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ടീനേജ് പ്രായത്തിലാണല്ലോ ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ തോന്നുന്നത്. അത് കുറേ അധികം ആളുകളുടെ ആ ഒരു സമയം കൊണ്ട് തന്നെ അതങ്ങ് പോവും. ചിലരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സ്നേഹത്തെ വളർത്തിക്കൊണ്ട് വന്ന് കല്യാണം കഴിക്കുന്നവരും ഒന്നിച്ച് ജീവിക്കുന്നവരും കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനൊരു സ്നേഹം തോന്നിയാൽ, ഒരാളോടൊരു താല്പര്യം തോന്നിയാൽ തുറന്നു പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടോ? ശരിക്കും അങ്ങനെ ഒരു തുറന്നു പറച്ചിലുള്ളൊരു ഇടം സ്വന്തം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞു കൊടുക്കില്ലേ, നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ഭയങ്കര നോർമലാണ്, അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കാം, പക്ഷേ ഈ ഒരു ബോർഡർ ലൈനിന് അപ്പുറത്തേക്ക് ഇത് പോകാൻ പാടില്ല, അത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിലുള്ള കുഴപ്പങ്ങൾ അതിനുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അത് നമുക്ക് ഭാവിയിലേക്ക് ദോഷകരമായി മാറും എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ ആ കുട്ടികൾ വന്നത് പറയാനുള്ളൊരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ഫ്രീ സ്പേസ് മാതാപിതാക്കൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അല്ലാതെ ഒരു കുട്ടി വന്ന് അങ്ങനെ പറയണം എന്ന് ആഗ്രഹമുണ്ട്, എല്ലാ കാര്യങ്ങളും വീടുകളിൽ വന്ന് പറയും, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയുന്ന ഒരു കുട്ടി ഈ ഒരു കാര്യം പറയണം എന്നുള്ള ആഗ്രഹത്തോടെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇല്ലില്ല അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നിടത്തല്ലേ കുട്ടിക്ക് അത് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ഉറച്ച ശാഠ്യം അവിടെ ഉണ്ടാവുന്നത്. ശരിക തീർച്ചയായിട്ടും നമ്മളെ എതിർക്കും തോറും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ വലിയ വാചക എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെ പോലെയാണ്, എൻ്റെ സുഹൃത്താണ്, തോളിൽ കൈയിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടല്ല, അവർക്ക് വേണ്ടിയിട്ടൊരു സ്പേസ്. അതായത് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ മാതാപിതാക്കൾ അത് ഒട്ടും ചിന്തിച്ചിരുന്നില്ല. അതായത് ആ ഒരു കുട്ടിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ നമ്മുടെ ഒരു ഭൂരിഭാഗം പാരൻസിനും കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മളൊരു കാര്യം നോ എന്ന് പറയുമ്പോൾ നമ്മൾ അവൻ്റെ ആ ഷൂസ് ഇട്ട് നിന്നുകൊണ്ട് അവൻ്റെ ആ ഒരു കണ്ണിൽ കൂടെ നമ്മൾ ആ ഒരു കാലം ഓർത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നെങ്കിൽ എത്രയോ മനോഹരമാകുമായിരുന്നു ഓരോ ബാല്യങ്ങളും ഓരോ കുരുന്നുകളുടെ മനസ്സ്. ഇപ്പോൾ അഫാൻ എന്നല്ല, ഏതൊരു കുട്ടിയുടെ എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും അവനോട് നമ്മൾ നീ ചെയ്യേണ്ട, നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറയുമ്പോൾ അവൻ ചിന്തിക്കുന്ന അവൻ്റെ ആ ചെറിയ മനസ്സുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ആ നോ പറയുമ്പോൾ നമ്മളും കൂടെ ചിന്തിക്കണം, ആ നോ പറയുന്ന ഏത് രീതിയിൽ പറയണം, ഏതെല്ലാം കൺട്രോൾ ചെയ്ത് പറയണം, എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് നോ പറയുന്നത്, അവനത് കൺവിൻസ്ഡ് ആവണം. കൺവിൻസ്ഡ് ആയിക്കാൻ അവിടെ ഒരു വിഷയമില്ല. ശരിയാണ്, എൻ്റെ ഫാദർ എന്നോട് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇത് വേണ്ട എന്ന് പറയുന്നത്. അവനും ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാക്കാം. കാരണം അവൻ ജനിക്കുമ്പോഴേ ആരും സൈക്കോ ആയിട്ട് ജനിക്കുന്നില്ല. അതൊക്കെ വളരെ എക്സെപ്ഷണൽ കേസാണ് ജനിതക പ്രശ്നങ്ങളുമായിട്ട് ജനിക്കുന്നത്. മിക്ക സൈക്കോകളും സീരിയൽ കില്ലേഴ്സും ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ ചുറ്റുപാടുകളാണ്, നമ്മൾ വളരുന്ന സാഹചര്യങ്ങളാണ്. ഇപ്പോൾ അഫാന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ അവൻ പ്രതികരിക്കുക, അവന് കിട്ടിയ അറിവുകളും അവൻ്റെ മൈൻഡ് സെറ്റും അവനെ വളർത്തിയ സാഹചര്യങ്ങളും വെച്ചിട്ടാണ് അവൻ റെസ്പോണ്ട് ചെയ്യുക. ചിലപ്പോൾ എല്ലാവരും പറയുമ്പോൾ അഫാനും അഫാന്റെ സഹോദരനും അടിപൊളിയായിട്ടാണ് അവരെ വളർത്തിയത്, അവർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെയല്ല, അവനെ വളർത്തേണ്ട രീതിയിലല്ല വളർത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ചത്. ആ ഇമോഷണൽ ട്രോമയിൽ നിന്നാണ് അവൻ ഇത്രയും പേരെ കൊല്ലാനുള്ളൊരു താല്പര്യം. കാരണം ഈ 65 ലക്ഷത്തിന്റെ കടം അവന് ബാധ്യത ഉണ്ടായിരുന്നു പറയുന്നത്. ആ ബാധ്യത ഉണ്ടാക്കിയതൊന്നും അവന് വേണ്ടിയായിരുന്നില്ല. പക്ഷെ അപ്പോഴും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവൻ അറിഞ്ഞുകൂടാ. അത് പറഞ്ഞു കൊടുത്തില്ല ആരും തന്നെ. അതിന് ഒരു 14 വയസ്സ് തൊട്ട് അച്ഛനില്ലാതെ വളർന്ന, അല്ലെങ്കിൽ മെന്റേഴ്സ് ഇല്ലാതെ വളർന്ന ഒരു ബാല്യമായിരുന്നു അവനുണ്ടായിരുന്നത്. കാരണം അച്ഛൻ ഈ പറയുന്ന പോലെ സൗദിയിൽ പെട്ടുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവൻ ഇൻട്രോവേർട്ടായി ഉള്ളിലേക്ക് ഒതുങ്ങി വളർന്നു. അവന്റെ ഉമ്മയും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു കണക്കിന് അവൻ ഇങ്ങനെ ആവാൻ കാരണം, അല്ലെങ്കിൽ ഇനിയൊരു ഒരുപാട് അഫാനുകൾ ഉണ്ടായിട്ടുണ്ടാവാം, ഇനി ഉണ്ടാവുകയും ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ കാരണമുണ്ടെങ്കിൽ ഒരിക്കലും അത് ആ കുട്ടികളുടെ മാത്രം കുഴപ്പങ്ങളല്ല. ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടിക്കൊലയാളികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ സമൂഹമാണ്. തീർച്ചയായിട്ടും നല്ലൊരു മെൻറ്ററും നല്ലൊരു ഫൗണ്ടേഷൻസ്, നല്ലൊരു നമ്മളെ നേർവഴിക്ക് നടത്തുന്ന കുറച്ചധികം ആൾക്കാരും ഉണ്ടെങ്കിൽ, അത് ഓരോ സ്കൂളുകളിലും നടപ്പിലാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ അസോസിയേഷനിലും അത് നടപ്പിലാക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടി കൊലപാതകികളെ ഇല്ലാതാക്കാൻ ചെറുപ്പത്തിലെ തന്നെ നമുക്ക് സാധിക്കും.